നമ്മളെ യൂട്യൂബിലോട്ട് ഇടുമ്പോഴത്തേന് എയറിലാവോ, അങ്ങനെ പറക്കുവോ? അതാണ് എനിക്ക് നല്ലൊരു പരിചയം, മുൻപരിചയം. ഞാൻ എവിടെ എയറിൽ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും അങ്ങനത്തെ ലാൻഡ് എങ്ങനെ വാങ്ങിയായിരുന്നോ? ഇല്ല, ഞാൻ എവിടെ അങ്ങോട്ട് പോയപ്പോഴും അവിടെ കണ്ടു, ഏതെങ്കിലും രീതിയിൽ എയർ വന്നായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ഈ വെറുപ്പിന്റെ അങ്ങേറ്റത്തൊരു ഇഷ്ടം തോന്നി. ഹലോ ഹലോ, അലിയൻസി എന്നാണ്, അലിയൻസി എന്നാ. ഞാൻ പറയണം, ഒരു ചെറിയ 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 ക്യാരക്ടർ ഉണ്ട്. പ്രണയം പറഞ്ഞ് പറയാൻ പറ്റാതെ അംഗീകരിക്കപ്പെടാതെ നമ്മളിങ്ങനെ നടന്നിട്ടുണ്ടോ? ഇവിടെ നിന്നാണ് കത്താൻ പോണ ഈ സാധനം. ഇഷ്ടമാണ് ഈ ചേട്ടാ, എനിക്ക് അങ്ങനെ സ്ഥിരം ഡയലോഗ് ഇടുന്നത്, എനിക്ക് അങ്ങനെ ഒന്നും ചേട്ടനെ കാണാൻ പറ്റൂല. ക്യാമറ അത് കാണാൻ പറ്റാതെ അല്ല, നമുക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും അറിഞ്ഞൂടല്ലേ, നമ്മൾ കുറച്ച് ദിവസമില്ലേ ആയുള്ളൂ കണ്ടിട്ടൊക്കെ. നമ്മൾ അതിപ്പോ എന്തോന്നു ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടു. എനിക്ക് തോന്നി ഓപ്പണായിട്ട് പറയണമല്ലോ എല്ലാ കാര്യം. ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ ഒന്ന് കാണുമ്പോൾ പറയും, ലല്ലുനെ നോക്കണ്ട കേട്ടോ, ജോലിയൊന്നുമില്ല, ഡാഡി പോലെ ആകും, ലല്ലുനെ നോക്കിയാ ഇതാവും, അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 300 എപ്പിസോഡുകൾ പിന്നിടുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ 1300ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. കൗമുദി ചാനലിൻ്റെ എല്ലാ കാലത്തെയും സൂപ്പർ ഹിറ്റ് സിറ്റ്കോം അലിയൻസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്, കാണുന്നത്. അതിനായി നമുക്കിപ്പം ജോയിൻ ചെയ്യുന്നു ലല്ലു, മുത്ത്. നമസ്കാരം. നമസ്കാരം. 1300 എപ്പിസോഡിന്റെ ജൈത്രയാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പേര് അരുൺ ബെല്ലാൻഡ് എന്നാണ്. മണിനാട് മണി ലാൻഡ് നാട്. അങ്ങനെ നമ്മുടെ നാടിന്റെ പേര് വരെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നാടിനെയും കൂടെ ഓടിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് നമ്മളെന്തായാലും മുത്തിന്റെ വീടല്ലേ, ഇവിടെ ഒരു 4-5 പേരെ ഫേസ് ചെയ്ത് അവർക്ക് റിയാക്ഷൻ എക്സ്പ്രഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇന്നൊരു ഇന്റർവ്യൂ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മനസമാധാനമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കസേരയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ പോക്ക്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അലിയൻസിലേക്ക് വരുന്നത് ഒരൊറ്റ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ്, ഒരു ദിവസത്തേക്ക്. കാരണം ആദ്യമേ തന്നെ 1300ാമത്തെ എപ്പിസോഡ് ഇപ്പൊ നമ്മള് നോക്കിയല്ലേ, ഒരുപാട് സന്തോഷം. കാരണം അതിലൊരു ഭാഗമാവാൻ പറ്റിയതിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ ഒരു ചെറിയൊരു എപ്പിസോഡിന് വേണ്ടി വിളിച്ച ഒരാളാ ഈ പറക്കും ലല്ലു എന്ന് പറഞ്ഞ ക്യാരക്ടർ. പറക്കും ലല്ലു പറക്കും ലല്ലു എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് തോന്നുന്നു ഡയറക്ടർ ചിലപ്പോ ഈ സാധനം നമ്മളെ യൂട്യൂബിലോട്ട് ഇടുമ്പോഴത്തേന് എയറിലാവോ, അങ്ങനെ പറക്കുവോ? അതാണ് എനിക്ക് നല്ലൊരു പരിചയം, മുൻപരിചയം. ഞാൻ എവിടെ എയറിൽ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും അങ്ങനത്തെ ലാൻഡ് എങ്ങനെ വാങ്ങിയായിരുന്നോ? ഇല്ല, ഞാൻ എവിടെ അങ്ങോട്ട് പോയപ്പോഴും അവിടെ കണ്ടു, ഏതെങ്കിലും രീതിയിൽ എയർ വന്നായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറക്കില്ലല്ലോ, ഒരു ദിവസത്തെ ക്യാരക്ടർ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേന് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ അഭിനയം കണ്ടിട്ടാണോ അതോ ഇവിടെ കുറച്ച് ദിവസം പഠിച്ചിട്ട് പോയാൽ മതി അങ്ങനെയാണോ എന്നറിഞ്ഞൂടെ. ഇപ്പോഴും 1300ാമത്തെ ഇപ്പൊ ഈ ഒരു എപ്പിസോഡ് വരെ വരാൻ ഇടയ്ക്കിടയ്ക്ക് പറ്റി. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അതിന് ഡയറക്ടറിനോടും ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും, പ്രത്യേകിച്ച് മുത്ത് ഇവളുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടുന്ന് മുങ്ങും. സാറേ വർക്കുണ്ടോ? ഇല്ലടാ മുത്തില്ലടാ. എക്സാം ആണോ മുത്തേ, വേറെ ഒരിടം പോവല്ലേ? ഞാൻ പറയും ഈ വർക്കില്ലാതെ ഇരിക്കുകയാണ്, എന്താ നീ? ഇല്ല ഞാൻ ഇല്ലേട്ടാ, ഇനി അടുത്ത ഷെഡ്യൂൾ 2 ദിവസം കാണൂ. 2 ദിവസം ശരി. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇപ്പൊ പ്രണയം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ നിറച്ച് പ്രണയം ഉണ്ടോ? പ്രണയം മനുഷ്യരല്ലേ, അത് കാണാതിരിക്കില്ല. ഒന്നാണോ അതോ പ്രത്യേകിച്ച് ഒരു കൊച്ചു പയ്യൻ ഞാനേ അങ്ങനെ വരുമ്പോഴത്തേന് പ്രണയം കാര്യങ്ങളൊക്കെ കാണുമല്ലോ. പക്ഷെ ഇവിടത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി കുറെ കിടന്ന് കഷ്ടപ്പെട്ട് ചേച്ചി കാരണം അതുകൊണ്ട് അവിടെ സൈഡ് വഴി തിരിഞ്ഞു നോക്കി. ഇവള് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേന് ബൈക്ക് വിട്ട് കറങ്ങി നോക്കി. അങ്ങനെ ശല്യം കൊണ്ട് ഏകദേശം വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ പുറകെ നടന്ന് അവസാനം എന്തായാലും സക്സസ് ആവുമല്ലോ. അതുവരെ ഞാൻ ട്രൈ ചെയ്തു. ഇപ്പൊ ചെറിയൊരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും നടക്കോ ഈ വിവാഹം നടക്കാൻ സാധ്യത? എന്തൊക്കെ ഈ വെറുപ്പിന്റെ അങ്ങേറ്റത്തൊരു ഇഷ്ടം തോന്നി പറയുന്നു. കല്യാണം നടക്കുമോ? അല്ല, അത് ഞാൻ ചോദിച്ചു, നമ്മുടെ ഡയറക്ടറിന് ചോദിച്ചു, സാറേ ഇപ്പൊ ചെറിയൊരു പ്രണയം ഇട്ടിട്ടുണ്ട്, അപ്പൊ ഇതെങ്ങനെയാണ്, നമുക്ക് കല്യാണത്തിലോട്ട് പോവോ? അവരൊരു 6 മാസം വരെയൊക്കെ ചിലപ്പോ ഇങ്ങനെ പോകൂടാ, ചിലപ്പോ അങ്ങനെയൊക്കെ പോവും. സാറിന്റെ സൗണ്ടും പിടിക്കുമല്ലേ? അങ്ങനെ സൈലന്റ് ആയിട്ട് പറയുള്ളൂ. സാറിന്റെ കാര്യം പറഞ്ഞു വേറെ കാര്യമുണ്ട്. എന്നെ ഇത് ഫസ്റ്റ് ഇവിടെ വിളിക്കണേ അലയൻസിൽ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ താരം. അപ്പൊ ഞാൻ വേറെ ഏതോ ഒരു വർക്കിൽ നിൽക്കുന്നു. ഹലോ അലയൻസി എന്നാണ്, അലയൻസി എന്ന്. ഞാൻ പറയണം, ഒരു ചെറിയ 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 ക്യാരക്ടർ ഉണ്ട്. ഞാൻ പറഞ്ഞു വരാം. അപ്പൊ ആരാണ് വിളിക്കണമെന്നോ, സാധാരണ കൺട്രോളറിൽ വിളിക്കുള്ളൂ. ഇത് ഡയറക്ടർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിളിക്കുന്ന രായസാറാ ഇതിന്റെ ഡയറക്ടർ. വരുമോ? ഞാൻ പറഞ്ഞു ഇവിടെ എവിടെയാണോ സ്ഥലം? അത് ഇവിടെ നമ്മളെ എടപ്പഴിഞ്ഞിട്ട് വന്നത്. നാളെ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞത് ഫ്രീ ആണ്. പിന്നെ എനിക്ക് വേറെ ആരെയും നമ്പറില്ല. അലയൻസ് എന്ന് പറഞ്ഞ സംഭവം അറിയാം, പിന്നെ എനിക്ക് എടപ്പഴിഞ്ഞിട്ട് പിന്നെ സാറിനെ ഞാൻ വിളിക്കുകയാണ്. ഡയറക്ടർ എന്നൂര് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ വിളിച്ചാണ്. സാറേ ക്ഷമിക്കണം. ഹലോ അണ്ണാ എവിടെയാണ്? ഞാൻ തിരുമല എത്തിയണ്ണാ. എവിടെയാണ് നിങ്ങള്? ഞാനിവിടെ ഞാൻ വിളിക്കാം.
അപ്പോൾ ഈ പുള്ളി ഇവിടെ എനിക്ക് അറിഞ്ഞൂടല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിഞ്ഞ് സാറേ അണ്ണാ മിലിറ്ററി ക്യാമ്പിന്റെ അവിടെ എങ്ങോട്ടാണ് വരാണ്ട് അത് അവിടെ നേരെ ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ നീല കയറ്റാണ് ഞാൻ വിളിക്കാം എനിക്ക് അങ്ങ് ഭ്രാന്ത് പിടിച്ചു കാരണം ഒരാളെ വിളിച്ചിട്ടേ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബൈക്കിലേക്ക് എന്നിട്ട് വരല്ല അവിടെ നിന്ന് നേരെ താഴത്തോ ഓ അന്നപ്പോ നോക്കിയപ്പോ അലിയൻസിന്റെ സാധനങ്ങൾ സെറ്റിംഗ് വിളിച്ചാളെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇങ്ങനെ കറങ്ങണം അപ്പൊ എന്നെ അറിയാലോ പുള്ളി ഇങ്ങനെ ഇറങ്ങണം ആരും എന്നെ മൈൻഡ് ചെയ്യുന്നുള്ളത് നോക്കിയപ്പോ ഇവരൊക്കെ അങ്ങ് അപ്പുറ സൈഡിലോട്ട് ഞാൻ ഇവിടെ കുറച്ച് അവിടെ കോസ്റ്റ്യൂം ഒക്കെ എന്നെ വിളിച്ചാളെ എനിക്ക് അറിഞ്ഞൂടാ എന്റെ സീനായോ അറിഞ്ഞൂടാ എനിക്ക് അങ്ങനെ ഇരുന്ന് കറങ്ങണം അപ്പൊ നോക്കിയപ്പം മോണ്ടിന്റെ അവിടെ സാറിരിപ്പുണ്ട് ഞാൻ സാർ ഈ രാജേഷ് രാജേഷ് ഇങ്ങനെ സംഭവം നടന്നു രാജേഷ് അണ്ണ ഇതെവിടെ അരുണല്ലേ ഞാൻ തന്നെ രാജേഷ് ഞാനേ ഏകദേശം തീരുമാനമായി ക്യാരക്ടർ ഇല്ല ഇപ്പൊക്കെ ഇവിടുന്ന് കാരണം അത്രത്തോളം ഞാൻ അങ്ങനെ വിളിക്കാം ആക്ഷൻ പറയും എനിക്കറിയാം വിളിക്കാം നേരെ തന്നെ വന്നു ഈ ഭ്രാന്ത് പിടിച്ചിരിക്കല്ലേ രാജേഷ് സാറിനെ കണ്ട് സോറി സാർ ഇത് ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ സാറ് വിളിച്ച് ഇപ്പം 1300 എപ്പിസോഡ് വരെ വന്നിപ്പുണ്ട് പിന്നെ പ്രണയത്തിന്റെ കാര്യം ലൈറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ചെറിയ തുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ബാക്കിയുള്ളത് ലല്ലുവിനൊരു ചാൻസ് കൊടുത്തൂടെ എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ഈ 7 വർഷമായിട്ട് എന്തിനെ പിന്നാലെ നടത്തിപ്പില്ലേ കുട്ടി അല്ല അമ്മ അച്ഛനെയും പോലെ ആവരുതല്ലോ പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് നടന്നേ പക്ഷെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ക്യാരക്ടറിൽ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പഠിക്കുന്നുണ്ട് ഇവിടെ പോയി പഠിക്കുന്നുണ്ട് പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് 50,000 സാലറി ഒക്കെ ഉണ്ട് എന്നിട്ട് പോലും അംഗീകരിക്കില്ലല്ലോ എന്നാലേക്കും ഭയങ്കര എങ്ങനെയാണ് മുത്തിന്റെ സങ്കല്പത്തിലൊരു പ്രണയം എങ്ങനെ ആയിരിക്കണം എന്നായിരുന്നു അങ്ങനെ മുത്തിന് ക്യാരക്ടറിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ക്യാരക്ടറിന് അങ്ങനെയൊന്നും ഇല്ല പഠിക്കണം ജോലി മേടിക്കണം അമ്മ അച്ഛനെ നോക്കണമെന്ന് എന്റെ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഭയങ്കര അൺപ്ലാൻഡ് ആയിരുന്നു പിന്നെ പൊസസീവ് ഒക്കെ അടുപ്പിച്ച് വേറെ കൊച്ചിനൊക്കെ കൊണ്ടുവന്നപ്പോ പിന്നെ മുത്തിന് എന്തോ അത് ഞാൻ കൈന്നിട്ട് കളിച്ചതാ സംഭവം നമ്മുടെ സ്ഥിരം നമ്പർ അവസാനം 18-ാം തടവെന്നൊക്കെ പറയില്ലേ അതുപോലെ കാരണം ബാക്കിൽ നിന്ന് കിടന്ന് ചെറിയ നോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുന്ന് പോയി അവിടെ പോയി ഇവിടെ പോയി അപ്പോഴും അമേരിക്ക പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറയുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് കിട്ടില്ല അവസാനം ദൈവമേ എന്ന് വിചാരിച്ച് 18-ാം തടം അങ്ങ് എടുത്ത് വേറൊരു ഫ്രണ്ടിന്റെ കസിനോട് ബൈക്കിൽ അമ്പലത്തിൽ പെണ്ണ് പുറകിരുന്ന് നമ്മളിവിടെ വരുമ്പോ അതെന്തെന്ന് അറിയണമല്ലോ അത് വേറൊരു പെണ്ണിന്റെ ഒരു സൈക്കോളജി അങ്ങനെ നൈസായിട്ട് അമ്പലത്തിൽ വന്നു നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്ത പുള്ളിക്ക് അങ്ങോട്ട് പിടിച്ചില്ല നൈസായിട്ട് വന്നിട്ട് ഓക്കെ ഇനി ഇങ്ങനെ ഒന്നും കാണല്ലേ അവന് മനസ്സിലായല്ലേ പൊട്ടനാണ് അയാള് അതിന് കിട്ടിയ ഇപ്പഴങ്ങോട്ട് കിട്ടി ഉറപ്പൊന്നുമില്ല ഒരു ചെറിയ എന്തോരും അല്ലേ വീട്ടുകാർ ചിലപ്പോ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാറാവുന്ന ഒരു നമ്മളെ കാര്യത്തിൽ വീട്ടുകാരല്ല അല്ല അത് യൂട്യൂബിൽ ഇടുമ്പോ കമന്റേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട ശരിയാവും നമ്മുടെ ഒരു അമ്പലത്തിന്റെ എപ്പിസോഡ് നല്ല രീതിയിൽ ഈ എപ്പിസോഡ് അല്ലേ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി എനിക്ക് അങ്ങനെ കിട്ടാത്ത അവിടെയാണ് ഒന്നില് ഞാരമ്പൈ ഇല്ലെങ്കിൽ കോഴി ഇങ്ങനത്തെ സാധനങ്ങളെ വരുള്ളൂ ഇപ്പം മുത്തെന്ന് പറഞ്ഞ ക്യാരക്ടറും എന്റെ റിയൽ ലൈഫും ഇപ്പൊ ഞാൻ പഠിക്കാൻ പോകുമ്പോഴൊക്കെ സെയിം തിങ് ആയിരിക്കും പറയുന്നത് അപ്പൊ എല്ലാവരും വിചാരം ഇത് രണ്ടും സെയിം ആണ് ഏകദേശം അപ്പൊ എന്റെ അടുത്ത് ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ ഒന്ന് കാണുമ്പോൾ പറയും ലല്ലുനെ നോക്കണ്ട കേട്ടോ ജോലിയൊന്നുമില്ല ഡാഡി പോലെ ആകും ലല്ലുനെ നോക്കിയ ഇതാവും അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല ഇനി ലല്ലുമായിട്ട് ഒറിജിനൽ ഞാൻ ഇല്ല അത് ക്യാരക്ടർ എന്താവും എനിക്ക് അറിഞ്ഞൂടാ പോകുമ്പോ പറയാന്ന് പറഞ്ഞു ഓക്കെ ഇത് ഇപ്പൊ ഈ പറയുന്ന പോലെ ക്യാരക്ടർ ആണോ ശരിക്കും നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാവാത്ത തരത്തിൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് സിറ്റ്കോമിന്റെ പ്രത്യേകത അതാണ് അപ്പൊ ഇവിടെ ലല്ലു വരുമ്പോഴാണെങ്കിലും അരുൺ വരുന്നതാണ് ഈ ലൈഫൊക്കെ എന്നിൽ നിന്നൊക്കെ എനിക്ക് എല്ലാരും പറയാം നല്ല ഭയങ്കര ലൈഫായിരുന്നു അരുണെ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് എങ്ങനെയാടാ ഇത് എനിക്കങ്ങനെ പറ്റാത്തയാണത് അത്യാവശ്യം ഞാൻ വേറെ ചാനലിലേക്ക് സ്കിറ്റും കോമഡി സ്കിറ്റിലൂടെയൊക്കെയാണ് ഞാൻ ഇതിലോട്ടൊക്കെ വരുന്നത് അപ്പം അതിന്റെ പാറ്റേൺ വേറെ ഇതിന്റെ പാറ്റേൺ വേറെയാണ് അപ്പൊ അത് കുറച്ച് ദിവസം വന്നപ്പോഴത്തേന് എനിക്ക് ആ ഒരു സ്കിറ്റിന്റെ ഒരു പാറ്റേൺ കിടന്നു അപ്പൊ സാറ് പറഞ്ഞു എന്താ അത്രയും വേണ്ട കുറച്ചും ഡൗൺ ചെയ്താൽ മതി ഓവർ റിയാക്ഷൻ ഒക്കെ അങ്ങനെയൊക്കെ വരും പിന്നെ മുത്തിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുനാളിലെ മുത്ത് ഇവിടെ ഈ ഒരു വീട്ടിൽ കളിച്ച് വളർന്ന് ഇത്ര ചെറുപ്പത്തിലേ അവളെ കണ്ടു തുടങ്ങിയതാണ് അപ്പൊ ഈ ഓഡിയൻസിനും യൂട്യൂബേഴ്സ് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് മുത്തുമായിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ഞാൻ ലല്ലു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ രണ്ടുപേരും പ്രണയത്തിലാവുന്ന കല്യാണത്തിനോട് ചിലർക്ക് അത് സ്വന്തം മക്കളെ പോലെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്നെ ആരും മോനായിട്ട് കാണലല്ല എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഇതിപ്പോ ശരിക്കും പറഞ്ഞ 1300 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മള് 6 വർഷത്തോളം 2019 ഷൂട്ട് തുടങ്ങി ഇതിലേക്ക് വരുന്നത് എങ്ങനെയാ ഞാൻ വേറൊരു ചാനലിന്റെ ഒരു സീരിയലിന് വേണ്ടി ഓഡീഷന് പോയതായിരുന്നു അത് കണ്ടിട്ട് രാഷ്മയുടെ ഒരു
സീരിയലിന് വേണ്ടി വിളിച്ചായിരുന്നു. എന്നിട്ട് അത് തീർന്നു. എന്നിട്ട് ഞാനത് കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്കപ്പോൾ രാഷ്മീരത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ്, എന്തൊരു വേറൊരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഞാൻ ക്രിസ്മസിന് ഓണത്തിനൊക്കെ ഞാൻ വിളിച്ച് ഹാപ്പി ക്രിസ്മസ് രശ്മ, ഹാപ്പി ഓണം രശ്മ എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ഹാപ്പി ക്രിസ്മസ് വിളിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് നാളെ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു ആ ഫ്രീയാ. എന്ന് ഇങ്ങനെ ഇതുപോലെ ഇടപഴഞ്ഞിട്ട് ഒരു ഷൂട്ടുണ്ട്. അത് എന്തിന്റെ ഷൂട്ട്, അത് ഫുൾ റോൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ഷൂട്ടുണ്ട്, ചുമ്മാ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോ ഞാൻ നോക്കിയപ്പോൾ മഞ്ജുമ്മ എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതെന്ത് പരിപാടി, ഇത് ഒരു ഐഡിയ ഇല്ല എന്താ. അങ്ങനെ ഷൂട്ട് ചെയ്ത്. ഇപ്പോ ഇത്രയും തുടക്കം സമയത്ത് ഇത് ഇത്രയും ഇങ്ങനെ ഹിറ്റ് ആകുമെന്നോ, ഇപ്പൊ ഇത് കാരണം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുമെന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ലൈക്ക് തുടങ്ങി കുറച്ച് നാളത്തേക്ക് ഇത് എന്താ സംഭവം എന്ന് എനിക്ക് ഞാൻ കുഞ്ഞായിരുന്നല്ലോ, വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷം. ഇത്ര എപ്പിസോഡിലും ത്രൂ ഔട്ട് ഈ എല്ലാ വർഷവും ഇതിന്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ലല്ലു ഈ ഇടയ്ക്ക് വന്നതാണ് സിറ്റ്കോമിലോട്ട്. അപ്പം തുടക്കത്തിൽ നിന്ന് നമ്മൾ ഒരു പുതിയ ആള് വരുന്ന സമയത്ത് എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമ്മൾ എടുക്കാൻ നോക്കും. ഈ ആക്ടിങ്ങിലോ എന്തെങ്കിലും പുള്ളി റിയാക്ട് ചെയ്യുന്ന രീതിയോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ച ഒരു നമുക്ക് കിട്ടിയിട്ടില്ല, ടൈം അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇവിടെ ഉള്ള ബാക്കി എല്ലാവരെയും ഇത്രയും വർഷമായിട്ട് ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റും. അതിന്റെ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഒക്കെയാണ് റിഫ്ലക്ട് ചെയ്യാൻ നോക്കുന്നത്. ബാക്കി എല്ലാവരും ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റുകളാണ് ഞാൻ കൂടെ അഭിനയിക്കുന്നത്. സോ അതിൽ ഭയങ്കര അപ്പൊ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, അവിടെ നിന്ന് എന്താ കിട്ടിയിരിക്കുന്നത്? ഒരു സീനിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഒരു സീൻ വായിക്കുമ്പോ? അതെ ഉറപ്പായിട്ടും ഞാൻ ഏതൊരു വർക്കിന് പോയാലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഞാൻ നോക്കും, ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് നോക്കും ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്, അതെന്താ എൻ്റെ പണ്ടത്തെ അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും മുത്തൊക്കെ ഭയങ്കര ലൈഫായിട്ട്, അതായത് നമുക്കറിയാലോ സ്ക്രിപ്റ്റ് എന്നിട്ട് ഓൺലൈൻ ഇങ്ങനെ വായിച്ച് വിടേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കറക്റ്റ് ലൈഫായിട്ട് നമ്മുടെ ഡയലോഗുകൾ പറഞ്ഞു പോണത്. ഞാൻ മുത്തിനല്ല എല്ലാവരും ശ്രദ്ധിക്കും. അതിൽ മുത്ത് ഏറ്റവും ചെറിയ കുട്ടി എന്നുള്ള രീതിയിൽ, എൻ്റെ പേരെന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ലൈഫായിട്ട് കറക്റ്റ് ഒരു അമ്മയുടെ അടുത്ത് മകൾ എങ്ങനെ സംസാരിക്കുമോ ഞാനതൊക്കെ മാറിയെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. ചേട്ടാ ഇതൊക്കെ ഇങ്ങനെയാടാ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല, എന്നാ പക്ഷെ എങ്ങനെ അഭിനയിക്കുന്നത്, ഇതൊക്കെ നമ്മൾ നടക്കുന്നത് എത്രയും വർഷമായിട്ട് എന്നൊക്കെയുള്ളത് ആലോചിക്കും. അതൊക്കെ സത്യമുത്തിന് ഭയങ്കരമായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ബാക്കിയുള്ള സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും വന്നതിൽ തുടക്കത്തിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ മുത്തിനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. നല്ല രസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ ആരുടെയെങ്കിലും പുറകെ നടന്നിട്ടുണ്ടോ? ഇങ്ങനെ പ്രണയം പറഞ്ഞ് പറയാൻ പറ്റാതെ അംഗീകരിക്കപ്പെടാതെ നമ്മളിങ്ങനെ നടന്നിട്ടുണ്ടോ? ഇവിടുന്നാണ് കർത്താൻ പോണ സാധനം. എങ്ങനെ ഇത്ര ഒരു എക്സ്പീരിയൻസ്ഡ് ഒരാളെ പോലെ ബിഹേവ് ചെയ്യുന്നത്? കാരണം എന്റെ ഈ ഒരു സൈസും ഈ ഒരു പ്രായവും എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറയാം. ഇതൊക്കെ കണ്ടിട്ട് ഒന്നുകിൽ ഞരമ്പൻ, ഇല്ലെങ്കിൽ പിടിച്ചുപറിക്കാരൻ, ഇല്ലെങ്കിൽ കാമുകൻ, ഇല്ലെങ്കിൽ ഞരമ്പ്, ഇല്ലെങ്കിൽ ഒരു കഞ്ചാവടിക്കാരൻ, ഇതൊക്കെ എനിക്ക് കിട്ടുള്ളൂ. ഒരിക്കലും ഒരു കല്യാണ ചെറുക്കൻ, ഒരു നായകൻ എനിക്ക് കിട്ടൂല. ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പല ഷോർട്ട് ഫിലിം ആയാലും ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ വെച്ചിട്ടുള്ള അതെ അതെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെയാണ്. ഈ ഒരു സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് എളുപ്പമുള്ള പരിപാടിയാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ കോഴിത്തനവും ഈ ചെറിയ പ്രണയം. പിന്നെ പ്രണയങ്ങളുണ്ട്, പൊട്ടിയിട്ടുണ്ട്, മനുഷ്യരല്ലേ അത്. എത്ര ചോദ്യം വീട് അല്ലേ, രണ്ടെണ്ണം ഒക്കെ നൈസായിട്ട്. ഇപ്പൊ പ്രൊപ്പോസൽ നടത്തിയിട്ടുണ്ടോ സീനില്, മീൻസ് സ്ക്രീനില്? എന്താ പറഞ്ഞത്? പ്രപ്പോസൽ ആയിട്ടില്ല. എങ്ങനെയാ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാത്ത ചെറിയ ചെറിയ ഹിന്ദികൾ, ചെറിയ കുപ്പികൾ വാങ്ങിച്ചു കൊടുക്കുക, ചെറിയ ഡയറി മിൽക്ക് കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടി. റിയൽ ലൈഫിൽ എങ്ങനെയായിരുന്നു ഞാനാണെങ്കിലേ പ്രേമം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്ന ക്രിഞ്ചാണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരാളെടുത്ത് പ്രണയമാണെന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പേടി. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇപ്പൊ ഇഡ്ഡലി. റിയൽ ലൈഫ് ആണോ? അതെ, ഞാൻ റിയലി ഇങ്ങനെയായിരുന്നു എന്റെ പ്രേമം പറഞ്ഞത്. അപ്പൊ എത്ര ഇഡ്ഡലി ആണെങ്കിൽ ചേട്ടാ എത്ര ഇഡ്ഡലി കഴിക്കും? അപ്പൊ ചേട്ടൻ പറഞ്ഞു 5. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്റെ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ വരട്ടെ എന്ന്. ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ പ്രപ്പോസ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും അറിയാതെ കയ്യിൽ നിന്ന് പോയ എന്തെങ്കിലും പ്രണയ അഭ്യർത്ഥനകൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രണയ അഭ്യർത്ഥന ഇല്ല. ആദ്യത്തത് ഞാൻ എന്തായാലും കുറെയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ എന്തായാലും മറക്കൂല. അപ്പൊ അതെന്തായിരുന്നു? നമ്മൾ ആദ്യം ഇഷ്ടമാണെന്ന് പറയുമല്ലോ അങ്ങോട്ട്. ആദ്യമേ അങ്ങ് ഇഷ്ടമല്ല, കുറച്ച് ദിവസം മെസ്സേജ് അയച്ച് ഉള്ളതാണ്, ഇപ്പൊ ഉള്ള പ്രസന്റ്ലി ഉള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്. എന്തായിരുന്നു സംഭവിച്ചത്? ഇത് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് മെസ്സേജ് അയച്ചു തുടങ്ങി. ചായ കുടിച്ചു, ചേച്ചി പറഞ്ഞല്ലോ എത്ര ഡെയിലി കഴിച്ചു, അതൊക്കെ ഫസ്റ്റ് വരുമല്ലോ. അത് വലിയ സംഭവമായിട്ട് എടുത്തില്ല. ഫുഡ് സുഖമാണ്, ചായ കുടിച്ചോ, ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയണ്ട, എനിക്ക് ഇഷ്ടമാണ്.
അത്രേ ഉള്ളൂ. അല്ല ഇങ്ങനെ ഇഷ്ടമാണ് ഈ ചേട്ടാ എനിക്ക് അങ്ങനെ സ്ഥിരം ഡയലോഗ് എനിക്ക് അങ്ങനെ ഒന്നും ചേട്ടനെ കാണാൻ പറ്റൂല. ക്യാമറ അത് കാണാൻ പറ്റാതെ അല്ല നമുക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും അറിഞ്ഞൂടല്ലേ, നമ്മൾ കുറച്ച് ദിവസമില്ലേ ആയുള്ളൂ കണ്ടിട്ടൊക്കെ. നമ്മൾ അതിപ്പോ എന്തോന്നു ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടു എനിക്ക് തോന്നി. ഓപ്പണായിട്ട് പറയണമല്ലോ എല്ലാ കാര്യം. അല്ലേ നമുക്കൊരു ഫ്രണ്ടാണെങ്കിൽ ഞാൻ ഇല്ല ഞാൻ പോണു പയ്യെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ പിന്നെ പുറകെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോവല്ലേ ചേട്ടാ. പിന്നെ അങ്ങനെ നൈസായിട്ട് ഏകദേശം 5-6 വർഷമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഓ 5-6 വർഷം. മുത്തിന്റെ അമ്മ നമ്മളെ കാണുന്നുണ്ട്. അല്ല ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ അല്ല അത് പറയണം ഇല്ല, എനിക്ക് ജീവിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ ഞാൻ. ജീവിച്ചു തുടങ്ങുന്ന വർഷങ്ങളായിട്ട്. ഓക്കെ. ഇപ്പം നമ്മള് ഈ സീൻസ് ഒക്കെ കാണുമ്പോൾ ഒരു വിത്തൗട്ട് മേക്കപ്പ് ആണ് എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ സീൻസും. അപ്പോൾ അതൊക്കെയും കംഫർട്ടബിൾ ആണോ? എല്ലാവരും മഞ്ജേച്ചി ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കുമോ പുറത്തിറങ്ങുമ്പം ഇതുപോലെ ശരിക്കും ഇത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയം ആൾക്കാർക്ക് തോന്നുന്നത്? മേക്കപ്പും ഇല്ല, പിന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇടപെടലുകൾ. രാജ്മാറാണ് ആക്ച്വലി. കുഞ്ഞിലെ ഈ മേക്കപ്പിന്റെ ഒക്കെ ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം മേക്കപ്പ് ചെയ്യാൻ. ഫേസിലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പിമ്പിൾ ആക്നെ പ്രോൺ ആയതുകൊണ്ട് ഒന്നും ചെയ്യാറില്ല. പക്ഷെ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ വരുമ്പോൾ രാഷ്മ ഇങ്ങനെ കുഞ്ഞിലാണെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ തുടച്ച് അല്ലെങ്കിൽ പോയി തുടച്ചിട്ടോ എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ഇടാൻ സമ്മതിക്കാറില്ല. പിന്നെ അത് കണ്ട് ആക്ച്വലി യൂസ്ഡ് ആയി. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന എങ്ങനെയാണോ അതുപോലെ മാക്സിമം അതാണ് നമുക്ക്. രാഷ്മ എന്നാ വിളിക്കുന്നത്. രാഷ്മ. അതെങ്ങനെയാ വിളി? രാജേഷ് മാമൻ. രശ്മമ്മ ഞാനേ പെൺകുട്ടി ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ക്യാരക്ടർ ഇവിടെ ഇല്ല. അല്ല എനിക്ക് തുടച്ചു കൊടുക്കാൻ ഇങ്ങനത്തെ ക്യാരക്ടർ സത്യം മനസ്സിലായില്ല. ഇങ്ങനത്തെ ക്യാരക്ടർ ഇല്ല ഇവിടെ. അങ്ങനെ എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. ചേച്ചിക്ക് മനസ്സിലായില്ല. എനിക്ക് ആദ്യമേ മനസ്സിലായി എന്താന്നറിയില്ല. എനിക്ക് ആദ്യമേ ആ ഒരു ഇല്ലടാന്ന് എന്റെ അടുത്ത് പക്ഷെ കുറെ പേര് ചോദിക്കും ആരേ രേഷ്മ. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഓരോരുത്തരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി എടുക്കാം എന്ന് വിചാരിച്ചാൽ ഏത് ക്വാളിറ്റി ആയിരിക്കും ആരിൽ നിന്നൊക്കെ എടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇപ്പം മഞ്ജു ചേച്ചി എന്തായിരിക്കും നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള തരത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി? ആരുടെ അടുത്താണ് ചോദ്യം? നിന്റെ അടുത്ത്. മെച്യൂരിറ്റി ആയിട്ട്, അതായത് കറക്റ്റ് നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്രഹനാഥ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്വന്തം അമ്മ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക അത്രയും മോഡുലേഷനും ആ ഒരു ലൈഫ് ഇട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കും. ക്ലീറ്റസിന്റെ കയ്യിലൊന്നോ? അങ്ങനെയൊന്നും എടുക്കാനില്ല. എന്നാലും പൊളിറ്റിക്സ് പരമായിട്ട് കുറച്ച് കാര്യങ്ങള് നല്ലതുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള തരത്തിൽ അവരുടെ ഒരു ക്വാളിറ്റി, ആർട്ടിസ്റ്റ് എന്നുള്ള തരത്തിലുള്ള ക്വാളിറ്റി അല്ല ഇഷ്ടമാണ്. അങ്ങനെ എടുക്കത്തക്ക സാധനം എന്തെന്ന് ചോദിച്ചാൽ എല്ലാം വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞോളൂ. കാരണം ഇത് എന്തെടുക്കണമെന്ന് അറിഞ്ഞൂടാ. ചില ആൾക്കാർ നമുക്ക് ചിലത് കിട്ടിയാൽ കൊള്ളാം, പക്ഷെ എല്ലാം തികഞ്ഞ ഒരാൾ ഇരിക്കുമ്പോഴത്തേനും അതിൽ ഏതെടുക്കുന്ന നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. എല്ലാം തികഞ്ഞ ഒരാളാണ്. തികഞ്ഞിരിക്കല്ലേ കനകൻ. അതെ, ഭയങ്കര മെച്യൂരിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ നമ്മൾ വീട്ടിലുള്ള നമ്മളെ അച്ഛനെ കണ്ട് കഴിഞ്ഞാൽ എത്ര വയസ്സായാലും നമുക്കൊരു ചെറിയ പേടിയാണെന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ സെറ്റിൽ വരുമ്പോഴേക്കും കനകൻ ചേട്ടനെ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ വീട്ടിൽ വരുമ്പോഴേ കനകൻ ചേട്ടൻ ഇങ്ങനെ ഒന്ന് നിൽക്കുമ്പോഴേക്കും ചെറിയൊരു പേടിയും ചെറിയൊരു ഭയവും. പുള്ളി പോലീസാണോ അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, എന്നാൽ പോലും പുള്ളി പോലീസ് ആണോന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു. ചെറിയൊരു സൈലന്റ് കൊടുക്കും ഞാൻ. ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഇതാ. മുത്തിനാണെങ്കിലോ ഇവരൊക്കെ എന്റെ ഫാമിലി, ഇവരൊന്നും ഒന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റുമോ അത്രേ ഉള്ളൊരു ഇതുണ്ടോന്ന് എനിക്കറിയില്ല. കാര്യം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ലേ. ഇപ്പോൾ ഇതിൽ വന്നതിന് ശേഷം പുറത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് റിയാസിക്ക മുമ്പ് ഒരു മൂവിയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കേക്കൊക്കെ കൊണ്ടുവന്ന് വരെ ആൾക്കാർ കോവിഡ് ടൈമിലൊക്കെ ഇവിടെ വന്ന് കട്ട് ചെയ്യുകയും അങ്ങനെ പരസ്പരം അത്രയും ഒരു ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം മോൾക്ക് ഇതുവരെയും മനസ്സിൽ നിന്ന് പോവാത്ത തരത്തിലുള്ള ഒരു റെസ്പോൺസ് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടായിട്ടുള്ളത്? നേരിട്ട് കാണുമ്പം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കൈയൊക്കെ കാണും. ഇപ്പം ഞാൻ തിരിച്ച് കൈ കാണിക്കും. അപ്പം എൻ്റെ മൈൻഡിലില്ല ഞാൻ ഈ അതൊന്നുമില്ല. അടുത്ത് വന്നിട്ട് മുത്തല്ലേ ഞാൻ അതെ അളിയൻസ് കാണും, ലൈക്ക് നമ്മുടെ വീട്ടിലെ കുട്ടിയെ പോലെ. അതുകൊണ്ട് പെട്ടെന്ന് അറിയാതെ കാണുമ്പോ തന്നെ അയ്യോ എന്റെ വീട്ടിലെ കുട്ടി എന്ന് പറഞ്ഞ കൈ കാണിക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ റീസെന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാനും മഞ്ജു അമ്മയും തെങ്കാശി പോയിട്ട് തിരിച്ചു വരാം.
അപ്പം നമ്മൾ ഷൂട്ടില്ലാത്തപ്പോഴൊക്കെ ട്രാവലൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ട്രെയിനിലാണ്. അപ്പം ഞാൻ മഞ്ജുവും ഇറങ്ങി ഇവിടെ എത്തിയിട്ട് മഞ്ജുവും ഇറങ്ങാൻ പോകുന്നു, ഞാൻ ബാക്കിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് അപ്പർ സീറ്റിൽ ഒരു ആൻറ്റി കിടപ്പുണ്ട്, ഫോൺ കാണുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് മഞ്ജുമ്മ ഇത് നിന്റെ സൗണ്ട് എവിടെയോ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ല. അപ്പൊ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പം ഈ ആൻറ്റി അലയൻസ് കണ്ടോണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മളെ കണ്ടില്ല. അപ്പൊ ലൈക്ക് നോക്ക് ഇതാ ലില്ലിയുടെ സൗണ്ട് നമ്മുടെ എപ്പിസോഡാ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആൻറ്റി ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും അത് ഇങ്ങനെ നോക്കുക, എന്താടാ അയ്യോ പക്ഷെ അപ്പോഴത്തേക്കും ട്രെയിൻ എടുത്തു, നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഡോറ് തുറന്ന് നമ്മള് വെളി ഇറങ്ങിപ്പോയി. അത് പക്ഷെ ഭയങ്കര രസമുള്ള സിനാരിയോ ആയിരുന്നു. കാര്യം ആളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ അവിടെ കാണാൻ. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. എനിക്ക് ടൂ വീലർ ഹെൽമെറ്റിലൊന്നും ഇല്ലാതെ പോയത് ബൈക്ക് പോലീസ് നൈസായിട്ട് കൈ കാണിച്ച് നിർത്തി. SI അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുക തൊട്ടടുത്ത് പോയിട്ട് എവിടെ സാറേ എവിടെ പോണം? അതുവരെ പോണം സാർ, വീട് എവിടെ തന്നെ തരാം അളിയൻസിലുള്ളതല്ലേ. പിന്നെ ചെറിയൊരു ആശ്വാസം, ലല്ലു അല്ലേ മൊബൈൽ എടുത്തിട്ടേ എന്റെ കൊച്ച് 10ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ് ലല്ലു, ഒരു വീഡിയോ അയച്ചു കൊടുക്കുമോ? ആൾക്കാരൊക്കെ നോക്കിയത്. അപ്പൊ ഞാൻ എടുത്തിട്ട് ഹായ് നമസ്കാരം, പേരും പറഞ്ഞത് ലക്ഷ്മി ലക്ഷ്മി. അപ്പൊ SSLC പരീക്ഷയൊക്കെ നല്ലോണം എഴുതുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് അലയൻസ് കാണാം. ഫുൾ ടൈം കാണുന്ന ആളാ, ഒരു എപ്പിസോഡ് പോലും വിടാതെ കാണുന്ന ഒരു കൊച്ചാ. അപ്പൊ എന്റെ അടുത്തൊരു വീഡിയോ അയച്ചു ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ അയച്ചു കൊടുക്കുമോ സാറേ? 200 രൂപ എല്ലാം കഴിഞ്ഞിട്ട്. കാരണം അവര് ജോലി ചെയ്യുന്ന പറയില്ലേ 200 അതുവരെ പോകണം സാർ. ഇല്ല 200 അയച്ചിട്ട് പോയി. അത് അങ്ങനത്തെ ഒരു ഭയങ്കര സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 8 വർഷത്തോളം ഈ കലാഫീൽഡിൽ ഉണ്ടെങ്കിലും കുറച്ച് എപ്പിസോഡിൽ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. സത്യം, അത് ഭയങ്കര കാര്യമാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും പോയിട്ട് പ്രസന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഷോ ആണെങ്കിൽ പോലും അലയൻസിലെ ലല്ലു അല്ലേ ചോദിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഇമ്പാക്റ്റും ആ ഒരു ഇത് ഭയങ്കര പവറാണ്. അത് ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മളെ ഈ ബുദ്ധിമുട്ടിക്കുന്ന തരത്തില് വിഷസ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വരാറുണ്ടോ? ഒരു വിഷ് എടുത്തേക്കോ? അപ്പൊ നിങ്ങൾ എന്താ പറയണേ? വിഷസ് വീഡിയോ ഒക്കെ ചാർജ് ചെയ്ത് തുടങ്ങി? ഇപ്പൊ ശീലമായി ഈ സാധനം. കൊറേ തൃക്കാക്കര ഭൗതിക ക്ഷേത്രത്തില് മറ്റാണ്ട് പറഞ്ഞ മഹോത്സവം ഇങ്ങനെ ഒരു സാധനം ഇട്ട് തരുവേ. ഞാൻ പറയാം, ആദ്യം അമ്പലത്തിന്റെ പേര് വെക്കും, എന്തൊരു പരിപാടി ശരി 3 വാക്കിൽ നിർത്തും. താങ്ക് യു. വരാറുണ്ടോ? എനിക്ക് ആക്ച്വലി നാക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ അത് പറയാൻ കുറച്ച് പാടല്ലാതെ. ഇപ്പോൾ ഈ അലയൻസിന് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഈ ബാക്കി കാര്യങ്ങളെ കാണുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ സ്കില്ല് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ബാക്കിയുള്ളവരെ നമ്മൾ നോക്കുന്ന രീതി, പുറത്തൊരാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മാനറിസം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ല, എനിക്കിപ്പോ എന്റെ ക്യാരക്ടർ ഇപ്പൊ നമ്മൾ ഓരോ ക്യാരക്ടർ എടുക്കുമ്പോൾ ആ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ പലരും ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്റെ ക്യാരക്ടർ ഇങ്ങനെ വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എന്റെ കണ്ണാടി നോക്കിയാൽ മതി. കാരണം ഞാനാണിത്, കാമുകനും കോഴിയും കറക്റ്റ് എല്ലാം കൂടെ എന്റെ ഉണ്ടല്ലോ. പിന്നെ ആരെയും നമ്മൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്കത് അലയൻസിലേം കാട്ടിയും രാഷ്മ ആക്ച്വലി ലൈക്ക് രാഷ്മ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. പക്ഷെ ചുറ്റുമുള്ള ഏറ്റവും നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത എല്ലാ കാര്യവും രാഷ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ രാഷ്മ പറയുമ്പോൾ രാഷ്മ ശ്രദ്ധിച്ചു, പക്ഷെ ഇവര് ചുമ്മാരില്ല ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. അതിനുശേഷം ഞാൻ ഇങ്ങനെ എല്ലാവരും ഇപ്പൊ വഴി പോവും, ഞാൻ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുക, ലൈക്ക് അവർ എക്സ്പ്രഷൻസാ നോക്കുന്നത്. പക്ഷെ എന്റെ മുഖം കണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ ഒബ്സർവ് ചെയ്യാൻ. എനിക്ക് ചമ്മലുണ്ട് കേട്ടോ, നമ്മളെ ഒരാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അവരുടെ മുഖത്തൊക്കെ ചമ്മല എനിക്ക്. പക്ഷെ തിരിച്ചറിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ നോക്കൂല, പിന്നെ ഇങ്ങനെ ഇരിക്കും നൈസായിട്ട്. എനിക്ക് അവര് നമ്മളെ തന്നെ എവിടെയോ ഉണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും, എവിടെയോ കണ്ടതുപോലെ. പിന്നെ എനിക്ക് ഭയങ്കര ചമ്മലാണ്. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒത്തിരിയും കമന്റ്സ് ഒക്കെ വരാറുണ്ടല്ലോ, ഇതൊക്കെ വായിക്കാറുണ്ടോ? ഏതെങ്കിലും തരത്തിൽ നമ്മളെ നെഗറ്റീവ് കമന്റ്സ് ബാധിച്ചിട്ടുണ്ടോ? എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അലയൻസ് തന്നെ ലൈക്ക് ഇങ്ങനെ കയറിയും താൻ നോക്കിയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചിലതൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇടയ്ക്ക് വെച്ചൊക്കെ എനിക്കൊക്കെ ഭയങ്കര മെന്റലി അതൊക്കെ ഭയങ്കര എഫക്ട് ചെയ്തിട്ടുണ്ട്, വിഷമമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ കമന്റ്സ് ബാധിക്കാറുണ്ടോ? എല്ലാ കമന്റ്സും. പിന്നെ നമുക്ക് ഈ നെഗറ്റീവും പോസിറ്റീവും അങ്ങനെ ഇല്ല, എല്ലാം ഞാൻ ഒരുപോലെ എടുക്കുന്നു. അത് ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. കള്ളാടാ കാരണം നമ്മൾ ഇതുപോലെ പണ്ട് കുറെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റിപ്ലൈ കൊടുക്കൂല, യൂട്യൂബ് റിപ്ലൈ കൊടുക്കില്ല, എല്ലാം വായിക്കും. ഭയങ്കര രസമാണ് അത്. ഭയങ്കര മെന്റൽ സ്ട്രെങ്ത് വേണം നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ എടുക്കാൻ. അങ്ങനെയൊക്കെ. പിന്നെ അത് കാരണം അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഈ ക്രിറ്റിസിസംസിന് എങ്ങനെയാ എടുക്കണേ, മാറ്റുവോ?
നമ്മുടെ പെർഫോമൻസിലൊക്കെ ആ ഒരു മാറ്റം കൊണ്ടുവരാറുണ്ടോ എന്തെങ്കിലും? എന്റെ പെർഫോമൻസ് ബേസിൽ അങ്ങനെ ഒരു കമന്റ് വന്നിട്ടില്ല. ഇവളെങ്ങനെയെങ്കിലും വിട്ടിട്ട് നീ വേറെ എവിടെയും പോടാന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വരും. ആ കൊച്ചു പാവോടെ നീ എന്തുണ്ട് അതിന്റെ ജീവിതം കളയെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. എനിക്ക് വേറെ വർക്കില്ലല്ലോ, എനിക്ക് വർക്ക് വേണ്ടേന്ന് അങ്ങനെ വന്നിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ 1300 എപ്പിസോഡുകൾ നമ്മൾ പിന്നിടുന്നു. പക്ഷെ എങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു നല്ല എപ്പിസോഡ് ഒരാൾക്ക്, എല്ലാ എപ്പിസോഡ്സും നല്ലത് തന്നെയാണ്, പക്ഷെ എങ്കിലും ഒരാൾക്ക് നമ്മുടെ പെർഫോമൻസ് വീഡിയോ അയച്ചു കൊടുക്കാൻ പറയുമ്പം ഏതെങ്കിലും എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് ഉണ്ടാവും. അപ്പൊ അതേതാണ് മുത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏതാണ് എപ്പിസോഡിനെയും കാട്ടി എനിക്ക് ഞാനും മഞ്ജുമായിട്ടുള്ള കോംബോ സീൻസ് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അതിൽ ഇവിടുന്ന് എല്ലാം നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട്, പക്ഷെ ആ സീൻ ഒരു 99% നമ്മൾ രണ്ടുപേരും ഇട്ടായിരിക്കും സംസാരം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും കാണാനും ഒക്കെ ഞാനും മഞ്ജുമ്മയും തമ്മിലുള്ള സീൻസ് ഭയങ്കര താളമാണ് ഈ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്. കേട്ടൊന്നും നമ്മളതിൽ വലിയ കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും അതിങ്ങനെ ഒരു ഒഴുക്കിലേക്ക് നിൽക്കും. സാധനത്തിലുള്ള കൊണ്ടുപോയത് അതിനനുസരിച്ച് മഞ്ജു ചേച്ചി നിൽക്കും. ഭയങ്കര രസമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പെർഫോമൻസിൽ ഇതുവരെ വന്ന എപ്പിസോഡ്സിൽ എനിക്ക് എല്ലാം ഏകദേശം ഒരുപോലെയാണ്. ഒന്നിലൊരു മഞ്ജു കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുത്തേ, ഇതെല്ലാത്തിലും കാണും. എല്ലാ സീരിയസിലും മുത്തേ ഇങ്ങനെ സാധനങ്ങളുണ്ട്. പക്ഷെ അതില് നമ്മുടെ സേതുലക്ഷ്മി അമ്മയും നമ്മളതിന്റെ ഒരു ഓട്ടോയിൽ ഔട്ട്ഡോർ സീൻ ഉണ്ടാവും. ബുള്ളറ്റിൽ വന്നിട്ട് ഓട്ടോയിൽ കയറ്റി വിടുന്നത്, അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാവും. പിന്നെ അപ്പോഴേ അവള് തിരിഞ്ഞു നോക്കുന്ന ഒരു സീനും അങ്ങനെ സ്ലോമോ കട്ടും അതൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ അല്ലുവിന്റെ ക്യാരക്ടർ ഭയങ്കര നല്ലതാണ്. കാര്യം 5 വർഷമായിട്ട് ജസ്റ്റ് ഒരു നോട്ടം മാത്രം കിട്ടിയിട്ട് ഒരു കുട്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. ആ ഒരു നോട്ടം മതി, ഹീസ് ഹാപ്പി. എന്റെ അമ്മേന്റെ അച്ഛൻ്റെ അടുത്ത് പറ ആദ്യം. അപ്പൊ അങ്ങനത്തെ റിലേഷൻ ഇപ്പൊ അങ്ങനെ ഇറ്റ്സ് റെയർ, റൈറ്റ്? ഇത്രയും വർഷമായിട്ടും വേറെ ഒരു ഞാൻ സംസാരിക്കാറ് പോലില്ല മുത്തെന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മള് പ്രത്യേകിച്ചൊന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു പ്രണയം സംഭവിക്കണം. അപ്പോ ഭയങ്കര നല്ല ലവ് ആണ് ലല്ലു മുത്തിനോട് ഉള്ളത്. ജോലിയൊക്കെ ഞാൻ കാര്യമില്ലല്ലോ, തങ്കോൽ ക്ലീറ്റോ പ്രേമത്തിന്റെ വില അവർക്ക് അറിയത്തില്ല, പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ എന്റെ അമ്മയാണ് ചേച്ചി. ലലുവിനെ കേട്ടുകഴിഞ്ഞാൽ എന്റെ അമ്മ നാത്തൂനാവും. ഒറിജിനൽ അമ്മയാണ് ചേച്ചി. റൊമാൻറ്റിക് സീനൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴേ സീനിലില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മയ്ക്ക് അങ്ങോട്ട് മുത്ത കുറച്ചുകൂടെ അടുത്തില്ല, അങ്ങനെ പാവം റിയൽ ലൈഫിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അലിയൻസിന് ശേഷം ഇവിടെ ഉള്ള എല്ലാ ആർട്ടിസ്റ്റിനും ജീവിതത്തില് വളരെ കാര്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ പുതിയ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മുത്തിനും അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും മറക്കാനാകാത്ത ഒരു പ്രശംസയോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രശംസ ആക്ച്വലി ഒരെണ്ണം ഉണ്ട് ആക്ച്വലി. ഞാൻ മറന്നുപോയി. അല്ലല്ല, അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുമായിരുന്നു. അത് പക്ഷെ എനിക്ക് ക്ലീറ്ററാടി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയി. മോഹൻലാൽ ഉണ്ടായിരുന്ന സിനിമയാണത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അഭിനയിക്കാൻ പോയപ്പം അലയൻസ് കാണും, മോഹൻലാൽ സാർ അലയൻസ് കാണും. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പക്ഷെ മോഹൻലാൽ സാർ ക്ലീറ്ററാടി അടുത്ത് പറഞ്ഞു എന്ന് അതിലെ മഞ്ജുമ്മ പിന്നെ മോളായിട്ട് അഭിനയിക്കണേ നല്ല രസമുണ്ട് അങ്ങനെ പറഞ്ഞു. എന്റെ പൊന്നെ, അത് സത്യം ഞാൻ അന്നത്തെ ദിവസം എനിക്ക് അപ്പൊ എക്സ്പ്രഷൻ എനിക്ക് അന്നത്തെ ദിവസം ഉറക്കമില്ലായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ജസ്റ്റ് അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. അത് ഞാൻ മറക്കേയില്ല. അതിനപ്പുറം അങ്ങനെയൊന്നുമില്ല. കാരണം വർക്കുകളല്ലാണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എവിടെ പോയാലും ഇങ്ങനെയൊക്കെ ഉള്ളത് വരും. അംഗീകാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഓരോരുത്തർ ഇതുപോലെ വിളിക്കുക, ആദരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിനീള ആദരവാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ എപ്പിസോഡ് ഉണ്ടോ നീ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും എന്ന് പറഞ്ഞില്ലേ, ഇപ്രാവശ്യം ഷെഡ്യൂളിൽ എത്ര ഡേറ്റ് ഉണ്ട് എന്നുള്ള തിരക്കും. അപ്പൊ അതില്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാ അത് ബാലൻസ് ചെയ്യുന്ന, വർക്കും നമ്മുടെ ലൈഫും? അങ്ങനെ അല്ലാതെ വേറെ അത്യാവശ്യം സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് അതിന്റെ ഒരു പച്ച പിടിച്ച് അതിൽ നേരത്തെ പോണം. വൈകിട്ട് സ്റ്റേജ് ഷോ ആണ് എന്തായാലും. ഓട്ടം അങ്ങനെയൊക്കെയാണ്. മിമിക്രി ചെയ്യോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഞാൻ എന്തും ചെയ്യും എന്നാണല്ലോ പറഞ്ഞത് നേരത്തെ. വേണ്ടി എന്ത് ചെയ്യും? അല്ല, സ്കിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം. പണ്ട് നേരത്തെ ചെയ്തോണ്ടിരുന്നു, ഇപ്പൊ അതൊക്കെ നിർത്തി. ഫീൽഡിലോട്ട് കയറണമെങ്കിൽ എന്തെങ്കിലും ചെറിയ പൊടിക്കുകയാണ്, അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ സ്കിറ്റിലോട്ട് മാറി. അങ്ങനെ പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ എന്തെങ്കിലുമൊക്കെ വരും. ദൈവം എന്തെങ്കിലും കൊണ്ട് ഇടും. കറക്കി ഒരു മാസം. ഈ പറയുന്ന പോലെ പ്രപ്പോസ് ചെയ്യാൻ ഇപ്പൊ ഞാനൊരു അവസരം തരാണേ, ഒന്ന് കൺവിൻസ് ചെയ്യോ? പ്രണയം സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും എന്നൊന്ന് പറയൂ പ്ലീസ്.
ഒന്നും അങ്ങനെ ഒരു പ്ലാനേ ഇല്ലേ? അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് പറ്റൂല. എന്നാലും ക്രിഞ്ചായി. ഇത് ചുമ്മാ അല്ലേ ഇത് വർക്കൗട്ട് ആവാത്ത കേട്ടോ, ഇങ്ങനെ തെന്നി തെന്നി അല്ല അങ്ങനെയല്ല, അത് നമുക്ക് ഭാവിയെ കുറിച്ചൊരു പ്ലാനിങ് വേണ്ടേ? അങ്ങനെയല്ല. പൊന്നുപോലെ നോക്കും മക്കളെ. എങ്ങനെയായാലും പട്ടിണി നടത്തൂല. പൊന്നുപോലെ നോക്കും. നീ വരണമെങ്കിൽ വാ, തൊട്ട് താഴത്തുന്ന വീട്. നിനക്ക് എപ്പോ വേണം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാം. ഇച്ചിരി അവൻ നടക്കണ ദൂരേ ഉള്ളൂ നിനക്ക്. ഓക്കെ, എന്ത് പറയും? ആലോചിക്കാം. ലല്ലുവിനോട് പറയൂ, പ്രതീക്ഷയുടെ ചെറിയ നാമ്പുകൾ കൊടുക്കും. അത് നോക്കുമ്പോ മറ്റേ തിരിഞ്ഞു നോക്കും, പ്രതീക്ഷ അങ്ങനെ കൊടുക്കാറ്. ഇപ്പോ ഇങ്ങനെ ഭയങ്കര പോപ്പുലർ ആയിട്ട് ഓടുന്ന ഒരു റീലുണ്ട്, അവൾക്ക് ബന്ധം വിടർത്തണം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടായിരുന്നു. അതായത് ബന്ധം വേർപിരിയണം, അതിന് ഒരു റീൽ ഇപ്പൊ ഭയങ്കര വൈറലാ. പക്ഷെ ഈ വാക്കാ പറയണേന്ന്. അപ്പൊ ഈ ബന്ധം നമുക്ക് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തിരിച്ചു പറയൂ, ഇവിടെ പറയൂ. നിങ്ങൾ ആ റീല് കണ്ടിട്ടില്ല അല്ലേ? വായിച്ചോളാം. ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ശരി. ഓക്കെ, പറഞ്ഞോ. ഒന്ന് ഒരു പ്രതീക്ഷ കൊടുക്കൂ, എന്തെങ്കിലും തരത്തില് അപ്രോച്ചിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനെ എന്തെങ്കിലും പറയൂ. വർഷങ്ങളായിട്ട് മുത്തിന്റെ പുറകെ ഞാനിപ്പം പട്ടിയെ പോലെ പുറകെ നടപ്പുണ്ട്. ഈ ചെറിയ സ്പാർക്കും കാര്യങ്ങളും തരുന്നല്ലാതെ നീ ഒരിക്കലും പിടി തരുന്നില്ല. പറ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഇതിന്റെ ഒരു മറുപടി അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ രാഷ്ട്രീയത്തെ ചോദിച്ചിട്ട് പറഞ്ഞോ? ഡയലോഗ് എങ്ങനെ ഇടണോന്ന് ഞാൻ ചോദിക്കണ്ടേ? അല്ല, നിനക്ക് പ്രതീക്ഷ കൊടുക്കൂ. ഇന്നിവിടെ നമ്മൾ പറയണത് സാറ് കാണും, ഇതനുസരിച്ച് സാറ് എഴുതും. ഇത് പറഞ്ഞു എന്തൊക്കെ ഒരു പ്രതീക്ഷയുടെ വകുപ്പുണ്ട്. ചെറിയൊരു വേറെ ആരെയും നോക്കാൻ പോവണ്ട കേട്ടോ. ഇത്രേ തരുന്നുള്ളൂ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല. വയസ്സ് പൊക്കോണ്ടിരിക്കുകയല്ലേ ചേച്ചി. അപ്പൊ അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും നടുക്കി ഇതുപോലെ 5 വർഷം 6 വർഷം ഇങ്ങനെ പോകും. നടക്കാൻ പോകും. അപ്പൊ എന്തായാലും അടുത്ത് ഞാൻ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ, അങ്ങനെ ഭയങ്കര വൈറൽ സംഭവങ്ങളുണ്ടല്ലോ, വിവാഹിതരായതിനു ശേഷമുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ, അതും ഞാൻ തന്നെ ചെയ്യാനിട വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ 1300 എപ്പിസോഡ് എന്ന് പറയുന്നത് 2000, 6000, 10000 ഒക്കെ കിടക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. പെട്ടെന്ന് നടക്കുന്ന ഈശ്വര കല്യാണം. ഓക്കെ. ശരി.